ഹലോ ആൻഡ് വെൽക്കം ടു ചിന്താവിഷ്ടയായ അമോക്കയുടെ നെക്സ്റ്റ് വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരാളല്ല, ഒരു സംഭവം, AI. കുറച്ചു കാലം മുമ്പ് വരെ ഓഫീസിൽ നമ്മൾ പേടിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു? അപ്രൈസൽ, പ്രൊമോഷൻ, റീഓർഗനൈസേഷൻ. ഹായ്, ഡു യു ഹാവ് 5 minutes എന്ന് മാനേജർ എങ്ങാനും ഒന്ന് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ആ 5 മിനിറ്റിൽ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് കഴിഞ്ഞ 10-20 വർഷത്തെ ജോബ് എക്സ്പീരിയൻസ് മൊത്തമായിരിക്കും. ഞാൻ വല്ല പൊട്ടത്തവും കാണിച്ചോ, അതോ ഞാനിനി ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുടെ കൂടെ ഇപ്പോൾ പുതിയൊരു ഐറ്റം ആഡായിട്ടുണ്ട്, AI. നമ്മുടെ ജോലി AI കൊണ്ടുപോകുമോ? നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് എല്ലാം ഔട്ട്ഡേറ്റഡ് ആകുമോ? അങ്ങനെയുള്ള പല വെറൈറ്റി ക്വസ്റ്റ്യൻസും ഇപ്പോൾ നമ്മുടെ അഭയത്തിൽ ആഡ് ആയിട്ടുണ്ട്. ഭാവി പ്രവചിക്കാനൊന്നും നമുക്ക് പറ്റില്ല അല്ലേ? നാളത്തെ കാലാവസ്ഥ എന്താണെന്ന് പോലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പില്ല. അപ്പോൾ പിന്നെ 10 വർഷം കഴിഞ്ഞുള്ള ജോബ് മാർക്കറ്റിനെ പറ്റിയുള്ള പ്രഡിക്ഷൻസിനെ പറ്റി നമുക്കങ്ങ് മറന്നേക്കാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എന്തുകൊണ്ടാണ് AI കോഴ്സസ് ചെയ്യാൻ തീരുമാനിച്ചത്, എനിക്ക് എങ്ങനെ അത് ഹെൽപ്ഫുള്ളായി, എവിടെയാണ് ഞാൻ AIയോട് നന്ദി പറഞ്ഞത്, അതേ സമയത്ത് ഞാൻ എവിടെയാണ് AIയോട് ഓക്കെ ബസ് ഇനഫ്, ഇവിടെ വരെ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞത്, അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. AI എല്ലായിടത്തും ഒരു ചർച്ചയാവാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു. ഇതെൻ്റെ ജോലിയെ ബാധിക്കുമോ എന്ന് മാത്രം ചിന്തിക്കാതെ ഇതാദ്യം ഒന്ന് പഠിക്കാം എന്ന ഒരു തീരുമാനമെടുത്തു. അതുകൊണ്ട് AIയെക്കുറിച്ച് ഞാൻ കുറച്ച് കോഴ്സസ് ചെയ്തു. എൻ്റെ പ്രൊഫൈൽ, സ്കിൽസ്, കേപ്പബിലിറ്റീസ് ഇവയെല്ലാം കാലത്തിനോടൊപ്പം അപ്ഡേറ്റ് ആയിരിക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ പ്രയോറിറ്റി. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് വിലപ്പെട്ടതാണ്, പക്ഷേ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കൽ നേടിയിട്ട് അലമാരിയിൽ വെച്ച് പൂട്ടുന്ന ഒരു സാധനമല്ലല്ലോ, അതും അപ്ഡേറ്റ് ആവണം. ഇപ്പോൾ ഫോണിലൊക്കെ നമുക്ക് അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മൾ ഉടനെ തന്നെ അത് ആക്ടിവേറ്റ് ചെയ്യും അല്ലേ? ന്യൂ ഫീച്ചേഴ്സ് അവൈലബിൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യില്ല, നമ്മൾ ആ അപ്ഡേറ്റ് റൺ ചെയ്യും. പക്ഷെ നമ്മുടെ സ്കിൽസിൻ്റെ കാര്യത്തിൽ ഒരു സ്കിൽ അപ്ഡേറ്റിൻ്റെ കാര്യം വരുമ്പോൾ നമ്മളെപ്പോഴും ആ റിമൈൻഡ് മീ ലേറ്റർ എന്ന ബട്ടൺ പ്രസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട്. അടുത്ത വർഷം ആവട്ടെ, അങ്ങനെ 5 വർഷം കഴിഞ്ഞാലും നമ്മൾ ഓക്കെ റിമൈൻഡ് മീ ടു നൈറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ കാത്തിരിക്കുകയായിരിക്കും. എന്തെങ്കിലും ഒരു ടെക്നോളജി അങ്ങ് മാറിക്കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു കരിയർ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ അതത്ര ഒരു ചെറിയ കാര്യമല്ല, അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് എക്സ്പെർട്ടീസിനോടൊപ്പം പുതിയ ടൂൾസ് എങ്ങനെ ചേർക്കാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള പല കോഴ്സസ് ചെയ്തപ്പോൾ എനിക്ക് എല്ലാ ഉത്തരങ്ങളും ഒന്നും കിട്ടിയില്ല, പക്ഷേ ഒരുപാട് നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ എനിക്ക് പറ്റി തുടങ്ങി. ഇപ്പോൾ AI കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, എൻ്റെ ജോലി കൂടുതൽ എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയില്ല, ആൻഡ് എവിടെയാണ് നമ്മൾ ആ ഒരു വര വരയ്ക്കേണ്ടത്, നമ്മുടെ ജഡ്ജ്മെൻറ്റ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വെരിഫൈ ചെയ്ത് നമ്മുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൂടുതലും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, പ്രൈവസിയുടെ കാര്യങ്ങൾ നോക്കേണ്ടത്, കംപ്ലയൻസ്, ബയസസ്, അങ്ങനെ ഒരുപാട് ഇതിനു മുമ്പ് ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ എനിക്ക് ചിന്തിക്കാൻ സഹായിച്ചു ഈ കോഴ്സസ് ഞാൻ ചെയ്തപ്പോൾ. അങ്ങനെ അറിവ് ഇതിനെപ്പറ്റി കൂടി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ പേടി കുറഞ്ഞു വന്നു. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഭയക്കുന്നത് ടെക്നോളജിയെ അല്ല അല്ലേ, നമുക്ക് മനസ്സിലാവാതെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത മാറ്റങ്ങളെയാണ്. AI നമ്മളെ അങ്ങ് റീപ്ലേസ് ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫ് തന്നെ എടുത്ത് നോക്കൂ. ഒരു ദിവസം ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ സ്റ്റോറി എഴുതാൻ AI ഉപയോഗിക്കുകയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറയും എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയെക്കുറിച്ച് ഇമോഷണലായി എഴുതൂ എന്ന് ഞാൻ പറയുകയാണ്. AI എനിക്ക് മനോഹരമായ വാക്കുകൾ തരും. മഴ, മണ്ണിൻ്റെ മണം, പഴയ വീട്, അമ്മൂമ്മയുടെ ചായ എല്ലാം ഉണ്ടാവും. പക്ഷേ ആ മഴയിൽ യാഥാർത്ഥത്തിൽ ഞാൻ എന്താണ് അനുഭവിച്ചത്, ആ പഴയ വീടിൻ്റെ ഒരു പ്രത്യേക മുറിയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണ്, ആ സംഭവം നടന്നപ്പോൾ ഒരു പ്രത്യേക കാര്യം എന്നെ ചിരിപ്പിച്ചു, അതെന്താണ്, അങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് മാത്രം അറിയാവുന്നത് അല്ലേ? AIക്ക് ഇൻഫർമേഷൻ ഉണ്ട്, പക്ഷേ നമ്മുടെ ആ ഓർമ്മകൾ ഇല്ല അല്ലേ? ലാംഗ്വേജ് ഉണ്ട്, പക്ഷേ നമ്മുടെ ലൈഫ് ഇല്ല. ഒരു കഥ ഒരു പക്ഷേ ഒരു സ്ട്രക്ചറൊക്കെ കൊടുത്ത് മെനഞ്ഞെടുക്കുവാൻ AI കൊണ്ട് സഹായകമാകും, പക്ഷേ ആ കഥയ്ക്ക് ഒരു ആത്മാവ് നൽകാൻ നമുക്കേ പറ്റൂ. ഇപ്പോൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനോടൊക്കെ ഞാൻ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഇപ്പോൾ AI ഉപയോഗിക്കൂ, ഐഡിയാസ് എടുക്കൂ, റിസർച്ച് ചെയ്യൂ,
നിങ്ങൾ സ്ട്രക്ചർ മെച്ചപ്പെടുത്തൂ, പക്ഷെ നിങ്ങളുടെ ലൈഫ് മുഴുവൻ AI-ക്ക് നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യരുത്. ഇല്ലെങ്കിൽ ഒരു നാൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും എഴുത്ത്, ക്യാപ്ഷൻസൊക്കെ ഒരുപോലെ ഇരിക്കും. ഇനിയിപ്പോൾ ആ സൂപ്പർ ഹിറ്റ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, AI നമ്മുടെ ജോലി കൊണ്ടുപോകുമോ? അതിനൊരു സിമ്പിൾ യെസ് ഓർ നോ എന്നുള്ളൊരു ഉത്തരവൊന്നും ഇല്ല അല്ലേ? ചില ജോലികളിൽ ചില ടാസ്കുകൾ AI കൊണ്ട് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ചില റോൾസ് മാറിയേക്കാം, പുതിയ റോൾസ് ഉണ്ടാവാം, പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരാം, ചില സ്കിൽസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഡിഫറൻസ് ഉണ്ട്. ജോബ്, ടാസ്ക് ഇത് രണ്ടും ഒരേ കാര്യമല്ല അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ജോബ് ഒരു കമ്മ്യൂണിക്കേഷൻസ് പ്രൊഫഷണലിൻ്റെ ജോലിയിൽ ഡ്രാഫ്റ്റിംഗ് ഒരു ടാസ്ക്കാണ്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് മാത്രമല്ലല്ലോ. നമ്മൾ നമ്മുടെ ഓഡിയൻസിനെ മനസ്സിലാക്കണം, കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം, ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം, സെൻസിറ്റീവ് സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യണം, ലീഡേഴ്സിനെ അഡ്വൈസ് ചെയ്യണം, സ്റ്റോറീസ് കണ്ടെത്തണം, ആളുകളെ കണക്ട് ചെയ്യണം, നമ്മുടെ ഹ്യൂമൻ ജഡ്ജ്മെൻറ്റ് ഉപയോഗിക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഒരു സെൻറ്റൻസ് ടെക്നിക്കലി കറക്റ്റ് ആവാം, ബട്ട് വാട്ട് ഇഫ് ഇറ്റ് ഇസ് ഇമോഷണലി റോങ്? അത് തിരിച്ചറിയാൻ നമുക്ക് മനുഷ്യരുടെ ആ ഒരു കോൺഷ്യൻസ്, ആ ഒരു ബോധം തന്നെ വേണം അല്ലേ? കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യാൻ വളരെ വേഗത്തിൽ പറ്റും AI-ക്ക്. പക്ഷെ വേഗത മാത്രം അല്ലല്ലോ ക്വാളിറ്റി. ഇപ്പോൾ നമുക്ക് റെഡി ടു കുക്കായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് മൈക്രോവേവിൽ 2 മിനിറ്റ് ചൂടാക്കി എടുത്താൽ കഴിക്കാൻ കിട്ടും എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ അമ്മയുടെ പാചകത്തിനോ നമ്മൾ തന്നെ ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിരുന്ന ഭക്ഷണത്തിനോ വാല്യൂ ഇല്ലാതാകുന്നുണ്ടോ? ഇതിനേക്കാളും നല്ലൊരു എക്സാമ്പിൾ എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ടൂളിൻ്റെ സ്പീഡും മനുഷ്യർക്കുള്ള ആ ഒരു ഡെപ്തും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ AI എൻ്റെ ജോലി എടുത്തുകൊണ്ട് പോകുമോ എന്ന് മാത്രം ആലോചിക്കാൻ നിൽക്കാതെ, AI കാരണം എൻ്റെ ജോലിയിലുള്ള ബോറിംഗ് ആയിട്ടുള്ള റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ കുറച്ചിട്ട് എനിക്ക് കൂടുതൽ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടും മീനിങ് ആയിട്ടുമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? എൻ്റെ ജോലി എനിക്ക് AI-യുടെ സഹായത്തോടെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നും ചോദിക്കാം. AI ഉപയോഗിക്കുന്ന ആ എക്സൈറ്റ്മെൻറ്റിൽ നമ്മളൊരു കാര്യം മറക്കരുത്, AI പറയുന്നതെല്ലാം ശരിയാണെന്ന് കരുതരുത്. ഹാലൂസിനേഷൻ ഇസ് എ റിയൽ തിങ് വെൻ ഇറ്റ് കംസ് ടു AI. ചിലപ്പോൾ വളരെ കോൺഫിഡൻസോട് കൂടി വളരെ തെറ്റായ കാര്യം AI പറയും. നമ്മുടെ ഇടയിൽ തന്നെ ചില ആളുകളുണ്ടല്ലേ, ഭയങ്കര കോൺഫിഡൻസ്, ഭയങ്കര ഒരു സൂപ്പർ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ അൾട്രാ പൊട്ടത്തരങ്ങൾ പറയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെയാണ് AI-യുടെ കാര്യവും. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ട് എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്നും നന്നായി വെരിഫൈ ചെയ്യുക. കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ എങ്ങാനും ആണെങ്കിൽ കഴിയുന്നതും അത് AI മുഖേന ചെയ്യാതെയോ ഹാൻഡിൽ ചെയ്യാതെയോ ഇരിക്കാൻ നോക്കുക. സെൻസിറ്റീവായിട്ടുള്ള ഡേറ്റയൊക്കെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഒരിക്കലും ഒരു പ്ലാറ്റ്ഫോമിലും ഇട്ട് നിങ്ങൾ പരീക്ഷിക്കാൻ നിൽക്കരുത്. അതുപോലെ കോപ്പിറൈറ്റ്, ആക്യുറസി, ബയസ്, പ്രൈവസി ഇതെല്ലാം ശ്രദ്ധിക്കണം AI ഉപയോഗിക്കുമ്പോൾ അല്ലേ? അതുപോലെ പ്രോംപ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ പ്രോംപ്റ്റിൻ്റെ ക്വാളിറ്റി പോലെ ഇരിക്കും. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, AI-യോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ AI-ക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രോംപ്റ്റ്. അത് എത്രത്തോളം ശക്തമായിരിക്കും, ക്ലിയർ ആയിരിക്കും, അതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. പക്ഷെ അത് മാത്രമല്ലല്ലോ, AI ഉപയോഗിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് പ്രോംപ്റ്റ് എഴുതാൻ മാത്രം പഠിക്കുന്നതല്ല. അത് വളരെ റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ഗോതയിൽ AI വന്നിറങ്ങി എന്ന് പറഞ്ഞ് നമ്മൾ പേടിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒന്നും മാറുന്നില്ല എന്ന് കരുതി നമ്മൾ ഒന്നും ചെയ്യാതിരിക്കാനും പാടില്ല. അപ്പോൾ എനിക്ക് AI കോഴ്സസ് ഒക്കെ ചെയ്യാൻ തോന്നിയത് അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസസ് ഉപേക്ഷിക്കാനല്ല, എൻ്റെ എക്സ്പീരിയൻസസിന് കുറച്ച് ശക്തി കൂട്ടാൻ, പുതിയ സ്കിൽസ് കൊടുക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ക്രിയേറ്റിവിറ്റി AI-ക്ക് അടിയറ വെക്കാനല്ല, എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് കൂടുതൽ പോസിബിലിറ്റീസ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ തലങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാൻ. ഒരു കാൽക്കുലേറ്റർ വന്നപ്പോൾ മാത്തമാറ്റിക്സ് അവസാനിച്ചില്ലല്ലോ. ഒരു ക്യാമറ വന്നു എന്നും പറഞ്ഞ് ആരും പെയിൻറ്റിംഗ് ഒന്നും നിർത്തിയില്ലല്ലോ. ഇൻ്റർനെറ്റ് വന്നു എന്നും പറഞ്ഞ് മനുഷ്യർ പരസ്പരം സംസാരിക്കുന്നത് നിർത്തിയോ? ഇല്ല. അങ്ങനെ പുതിയ ടൂൾസ് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ മനുഷ്യൻ്റെ ക്യൂരിയോസിറ്റി, ക്രിയേറ്റിവിറ്റി, എംപത്തി, ജഡ്ജ്മെൻറ്റ്, സ്റ്റോറി ടെല്ലിങ് ഇതിൻ്റെയൊക്കെ മൂല്യം അവസാനിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ ടേക്ക് അവേ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഇതാണ്: നമ്മൾ AI-യെ പേടിക്കണ്ട, കണ്ണടച്ച് വിശ്വസിക്കാനും പാടില്ല.
ഐയെ മനസ്സിലാക്കൂ, പഠിക്കൂ, റെസ്പോൺസിബിളായി ഉപയോഗിക്കൂ. ഐക്ക് നിങ്ങളുടെ വാക്കുകൾ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞേക്കാം, പക്ഷെ നിങ്ങളുടെ അനുഭവങ്ങൾ ജീവിക്കാൻ കഴിയില്ല. ഒരു കഥ എഴുതാനൊക്കെ സഹായിക്കും, പക്ഷെ നിങ്ങളുടെ കഥയായി മാറാൻ കഴിയില്ല. മനുഷ്യരുടെ അനുഭവവും ഐയുടെ കഴിവും ഒരുമിച്ച് ടാപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നവരുടെ കയ്യിലായിരിക്കും ശരിക്കും പവർ ഇരിക്കുന്നത്. അപ്പോൾ ഐ ജോലിയൊക്കെ എടുത്തുകൊണ്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഐ ഉള്ള ലോകത്തിൽ നമ്മൾ പഠിക്കാനും മാറാനും തയ്യാറാവണം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ തൊണ്ട വറ്റി. എനിക്ക് നല്ലൊരു ചൂട് കപ്പ് ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. അതിന് ഒരു കാരണവശാലും ഐ വന്ന് സഹായിക്കത്തില്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ പോയി ഒരു കപ്പ് ചായ ഉണ്ടാക്കി കുടിക്കട്ടെ. ഈ പോസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചിന്താവിഷ്ടയായ അമോഘയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നൗ ഇസ് ദ ടൈം. പ്ലീസ് സബ്സ്ക്രൈബ്. സോ see you.